ഞാൻ ഈ ഒരു ടോപ്പിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണേ. ഇതെനിക്ക് നാട്ടിൽ നിന്ന് മമ്മി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. നല്ല അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണിത്. അപ്പം ഞാനിതിന് ആശിച്ച് മോഹിച്ച് മേടിച്ച ഒരു ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് ഓർത്ത് വന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ പറയണേ. ഇത് 2 പ്രാവശ്യം 3 പ്രാവശ്യം കണ്ട് തിരിച്ചു കൊണ്ട് കൊടുത്ത്, ഞാൻ ഓരോ പ്രാവശ്യവും ഇത് കണ്ടിട്ട് ഫോണിലൂടെ കണ്ടിട്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടിട്ട് ഞാനിത് 2-3 പ്രാവശ്യം തിരിച്ച് കൊടുത്തു വിട്ടിട്ട് റെഡിയാക്കി കൊടുത്തു വിട്ട ഇതാണേ. മമ്മി അവിടെ നിന്ന് അയച്ചത്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഒരു ഇത് തയ്ച്ച് വെച്ചേക്കുന്ന തയ്യൽ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, ഇത് കണ്ടല്ലോ അല്ലേ. കാണാമല്ലോ അല്ലേ. ഇത് ഞാൻ ഇത് ചെയ്യുന്നത് ഇതാ തയ്ച്ചവർ കാണാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. തയ്ച്ച ആൾക്കാർ ഈ വീഡിയോ അവരെപ്പോഴേലും കാണും. ഞങ്ങളുടെ അയൽവക്കംകാരൊക്കെ തന്നെയാണ്, ടൗണിലിരുന്ന് തയ്ക്കുന്നവരാ. ഇത് കണ്ടല്ലോ അല്ലേ, കാണിച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ ഇതിൻ്റെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതുണ്ടോ, ഈ സൈഡിൽ ഇത് വേറൊരു കളർ നൂല്, ഇത് കണ്ടല്ലോ അല്ലേ. ഇത് വേറൊരു കളർ നൂല്, സ്റ്റിച്ചിങ് ഒക്കെ വന്നേക്കുന്നത് കണ്ടല്ലോ അല്ലേ. കഴുത്തേൽ ഇത് കിടന്നു കഴിഞ്ഞില്ലേ, ഇതിങ്ങനെ പുറത്തേക്ക് നിൽക്കുക, ഇത് വളഞ്ഞ്, ഇതിങ്ങനെ വളഞ്ഞ് പുറത്തേക്ക് നിൽക്കുക, ഉണ്ടോ, കാണുന്നുണ്ടല്ലോ അല്ലേ. ഇത് ചേച്ചി നമ്മൾ പൈസ തന്നിട്ടാണ് ചേച്ചിക്ക് തയ്ക്കാൻ തന്നത്. ഇതുപോലെയൊന്നും ചേച്ചി ആർക്കും തയ്ച്ചു കൊടുക്കരുത് കേട്ടോ. ഇതിൻ്റെ മിസ്റ്റേക്സ് ഞാൻ കണ്ടപ്പോൾ ഞാനിത് അവരുടെ അടുത്ത് തിരിച്ചു കൊടുത്തു വിട്ടപ്പം അവരെൻ്റെ മമ്മിയോട്, ഞാൻ തയ്ക്കുന്ന ആളാണ്, അപ്പം ഞാൻ പ്രൊഫഷണൽ തയ്യൽക്കാരിയൊന്നുമല്ല, എന്നാലും ഞാൻ എനിക്കും എൻ്റെ കൊച്ചിനൊക്കെ തയ്ക്കാറുണ്ട്, തയ്ച്ചിടാറുണ്ടായിരുന്നു. അപ്പം അതിന് നിവൃത്തിയില്ല, അത് കാരണം തയ്ക്കാൻ കൊടുത്തു വിട്ടതാണ്. ഇത് കണ്ടല്ലോ അല്ലേ, ഇങ്ങനെയാണ് ഒരു കഴുത്തൊക്കെ ഇരിക്കുന്നത്, കണ്ടോ. അതും പോരാഞ്ഞ് ഇത് കണ്ടല്ലോ അല്ലേ, ഇത് കാണാമോ, കീറി വെച്ചേക്കുന്ന കാണാമോ, ഇത് കണ്ടോ, തുണി എന്താക്കി വെച്ചിട്ടുണ്ടെന്ന് കണ്ടോ, കീറി. എൻ്റെ ചേച്ചി ഇതിലും നന്നായിട്ട് ഞാൻ തയ്ച്ച ടോപ്പാണ് ഞാൻ അവിടെ കൊണ്ടുത്തന്നത്. അതേപോലെ അതിൽ നിന്നൊരു വണ്ണം കുറയ്ക്കാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു വണ്ണം കുറച്ച് മാത്രം അതേപോലെ തയ്ക്കാൻ പറ്റിയില്ലെന്ന് പറയണ്ടേ. ഇങ്ങനെയാണ് ഒരു ചുരിദാർ തയ്ച്ച് ഒരു തയ്യക്കാർ തയ്ക്കുന്നത്. ഒരു കഴുത്തൊക്കെ കാണിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ അല്ലേ. ഇത് ഓക്കെ. വീണ്ടും ഇങ്ങനെയാണ് ഒരു ജോയിൻ്റൊക്കെ ഇരിക്കുക. ഇതുണ്ടോ, എങ്ങനെ ഇരിക്കുന്നു. ഇതാണ് ഒരു തയ്യക്കാർ തയ്ച്ച് വെച്ചേക്കുന്നത്, കണ്ടോ. ലൈനിങ് പുറത്ത്. ഇത് സിബ് വെച്ചതാണേ, സിബിൻ്റെ അടിഭാഗം. ഇതുണ്ടോ, ഇത് എത്ര നാൾ ഞാനിടും, ഈ തുണി ഇങ്ങനെ കീറിയൊക്കെ തന്നു വിട്ടാൽ ഞാൻ എത്ര നാളിടും. ഇത് കണ്ടല്ലോ അല്ലേ, കീറി വെച്ചേക്കുന്നുണ്ടോ. ചേച്ചി ഇതൊക്കെ ഉണ്ടല്ലോ, നമുക്കിതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചങ്ക് പടയും. ഉണ്ടോ, ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ടല്ലോ അല്ലേ. ഈ തുണി ഇതേപോലെയൊക്കെ ഇങ്ങനെ കീറിയൊക്കെ വെച്ച് തരണമെങ്കിൽ എന്നതാ, ഉണ്ടോ. ഇതിവിടെ വന്നിട്ട് ഞാൻ ഇതിൻ്റെ മിസ്റ്റേക്സ് ഒന്നും ഞാൻ മമ്മീനെ കാണിച്ചില്ല. കാരണം എന്തിനു വെറുതെ കാണിച്ചുകൊണ്ട് കാര്യമില്ല. ഒരു കൈ കണ്ടോ, ഒരു കൈയാണേ, ഈ 2 കൈക്കും 2 ലെങ്ത്താണ്.
ഒരു ടോപ്പിൻ്റെ കയ്യാണ്. ലെങ്ത്ത് പോരാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ വണ്ണം മനസ്സിലാവുന്നുണ്ടോ? ഇത് ഞാനിനി ഇട്ടൊന്ന് കാണിക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇട്ടു. ഞാനിത് പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ തുടങ്ങി. പുറത്ത് ഞാനിതിങ്ങനെ ഇട്ടുകൊണ്ട് പോകണേന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ നാട്ടിൽ തുണിയെടുത്ത് തയ്പ്പിച്ച പൈസ കൂടുതലാകും ഞാനിതൊന്ന് ഇതിൻ്റെ കൈയൊക്കെ ഒന്ന് കൊണ്ട് റെഡിയാക്കിയിട്ട് കൊണ്ടുവരണമെങ്കിൽ. അതിൽ കൂടുതൽ പൈസയാകും ഇവരതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ. ഉണ്ടല്ലോ അല്ലേ, ഫ്രണ്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ, തയ്യൽ ചുളുങ്ങി കൂടിയിരിക്കുന്നുണ്ടോ? അതൊക്കെ പോട്ടെ, പിന്നെ അത് തുണിയുടെ ഇതും കൊണ്ട് അങ്ങനെയൊക്കെ ആണെന്ന് വിചാരിക്കും. എന്നാലും ഉണ്ടോ. ഇനി ഇത് ഞാൻ ഇട്ടിട്ട് ഇതിൻ്റെ കൈയിൻ്റെയൊക്കെ അവസ്ഥയൊന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് ഇട്ട് കഴിയുമ്പോൾ വലിയ പ്രഥമ ദൃഷ്ട്യ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ അല്ലേ, അത് ഞാൻ ഇതിൻ്റെ ഇത് കാണിച്ചു തരാം. കൈ അവർ തയ്ച്ചതിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം. കൈ കിടക്കുന്നുണ്ടോ? കൈ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ സ്റ്റിച്ചിങ് എന്തോരം വളഞ്ഞും പൊളഞ്ഞും കിടക്കുന്നതെന്ന്. എന്ത് ലെവലാണെന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നുപോയി. ഈ കൈയുടെ അകത്തെ സ്റ്റിച്ചിങ് കാണിച്ചു തരാൻ മറന്നുപോയി. ഇവിടെ നിന്ന് ഇവിടം വരെ വലിയ കുഴപ്പമില്ലാത്ത, ഇവിടെ നിന്ന് ഇത്രയും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വലിയ കുഴപ്പമില്ലാത്ത ഇതാട്ടോ വണ്ണമാണേ. എന്നാലും കൈ കിടക്കുന്നതാണ്. കൈ എനിക്കിതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ തയ്ക്കുന്ന ആളായതുകൊണ്ടുള്ള ഇതല്ല, ഞാൻ വലിയ തയ്യക്കാരിയല്ല. എന്നാലും ഞാൻ തയ്ച്ചതൊന്നും ഞാൻ ഇങ്ങനെ തയ്ച്ചിട്ടില്ല. ഇതാണ് ഒരു സ്റ്റിച്ചിങ്. അതേപോലെ ഈ ഈ ഈ കൈക്കൊരു ലെങ്ത്ത്, ഈ കൈക്ക് വേറൊരു ലെങ്ത്ത്. ഇതിൻ്റെ രണ്ടിൻ്റെ ലെങ്ത്ത് ഒന്നല്ല. ഇത് കണ്ടല്ലോ അല്ലേ. പിന്നെ ഞാൻ കൊടുത്ത ചുരിദാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ സ്ലീവാണ് കൊടുത്തത്. ഒരു ഇവിടം വരെയുള്ള ഫുൾ സ്ലീവ് കൊടുത്തത്. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് 3/4 ആയിട്ടാണ് വന്നേക്കുന്നത്, ഇത് ഫുൾ സ്ലീവ് അല്ല എന്ന് പറഞ്ഞ് ഇത് മമ്മി തിരിച്ചു കൊണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു അവരുടെ കൈക്ക് എൻ്റെ കൈയിനേക്കാളും നീട്ടക്കൂടുതലാണ്, ഇത് ആദ്യം ടിൻറ്റുവിനോട് ഇട്ട് നോക്കാൻ പറ എന്ന് പറഞ്ഞു. അപ്പം കണ്ടല്ലോ അല്ലേ, ഫുൾ സ്ലീവ് കണ്ടല്ലോ അല്ലേ. അതും എന്തൊക്കെയാണ് കൈയുടെ അവസ്ഥ ഉണ്ടല്ലോ അല്ലേ. ഞാനൊരു ചുരിദാർ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് അതേപോലെ ഒരു ഇച്ചിരി വണ്ണം മാത്രം കുറച്ചാൽ മതി എന്ന് പറഞ്ഞേ. ഇതിൻ്റെയൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ അറ്റഭാഗം അടിഭാഗമൊക്കെ ഇല്ലേ തയ്ച്ചൊക്കെ ഇരിക്കുന്നത് കാണിച്ചാൽ ഉണ്ടല്ലോ. ഇതുണ്ടോ എങ്ങനെ ഇരിക്കുന്നതെന്ന് കണ്ടേ. ഇതിൻ്റെ ഈ മൊത്തം ഞാൻ കാണിക്കാൻ നിന്നുണ്ടല്ലോ. ഇങ്ങനെയാണ് ഒരു തയ്ക്കുന്ന ആൾക്കാർ തയ്ച്ചു കൊടുക്കുന്നത്. ഒരു ആൾക്കാർക്ക് ഞാൻ പൈസ കൊടുത്താൽ തയ്ച്ചത്, ഇങ്ങനെയാണ് പൈസ കൊടുത്തൊരു ഇതുണ്ടോ കിടക്കുന്നുണ്ടോ. ഇങ്ങനെയാണ് ഒരാൾ നമ്മൾ പൈസ കൊടുത്ത് ഒരു ഇത് തയ്പ്പിക്കുമ്പോൾ. ഇനി എനിക്ക് അവർ വെറുതെ തയ്ച്ച് തന്നതാണെങ്കിൽ പോലും ഇങ്ങനെ തയ്ച്ച് തരും. ഒരാൾക്ക് നമ്മൾ വെറുതെ തയ്ച്ച് കൊടുത്താൽ പോലും ഇങ്ങനെ കൊടുക്കുമോ? ഇതാണ് അവസ്ഥ. ഇതിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ ഇതാ. ഇതിപ്പോൾ ഞാൻ ഇടേണ്ട ഇതുണ്ടോ കിടക്കുന്നുണ്ടോ. ഇതെന്ത് നോക്ക്. ഇതൊക്കെ എങ്ങനെ കിടക്കുന്നത് കണ്ടല്ലോ അല്ലേ. എങ്ങനെ കിടക്കുന്നു. ഇതിൻ്റെ അറ്റം എങ്ങനെ കിടക്കുന്നത്, അടിഭാഗം മേളി വന്ന് കിടക്കുന്നു. തയ്യലിൻ്റെ അടിയിൽ കിടക്കേണ്ടത് മേളി വന്ന് കിടക്കുന്നു. ഇതുണ്ടോ. ഇതപ്പോൾ ചേച്ചി കാണാൻ വേണ്ടിയാണ്, ചേച്ചിയുടെ അടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് കുറേ ന്യായങ്ങളുണ്ടായിരുന്നു. ആരുടെയും തുണി മേടിച്ചിട്ട് തയ്ക്കാൻ പറ്റൂല്ലെങ്കിൽ തയ്ക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ പോരെ, എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുന്നത്. നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടല്ലേ പൈസ ഉണ്ടാക്കുന്നത്. എന്നിട്ടോ
പറഞ്ഞ തയ്യക്കൂലിനേക്കാളും കൂടുതൽ തയ്യക്കൂലി മേടിച്ചു. ഞാൻ അതുകൊണ്ടാണ് ഇത് കൂടുതൽ ചെയ്യാൻ കാര്യം, ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞതിലും കൂടുതൽ തയ്യക്കൂലി മേടിച്ചു. കൊടുത്തപ്പോൾ ഒരു തയ്യക്കൂലി പറഞ്ഞു, എന്നിട്ട് മേടിച്ചപ്പോൾ വേറെ മേടിച്ചു. അതോ ഇതൊന്നും അവർ മേടിച്ച് വെച്ചതോ ഒന്നുമല്ല. ലൈനിങ് അടക്കം ഇതടക്കം മമ്മി വേറെ കട വഴി നടന്ന് മേടിച്ചു കൊണ്ട് കൊടുത്തതാണ്. എന്നിട്ട് കാണിച്ചതാണ് ഈ പണി. ഇപ്പം ഇത് ഞാൻ എങ്ങനെ ഇടുന്നതെന്നറിയാമോ? ഇതെങ്ങനെ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇതെടുത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇതെടുത്ത് വെച്ചിട്ട് അകത്തെ കൈ അതിൻ്റെ അകത്തേക്ക് കയറ്റിയിടും. എന്നിട്ട് കൈ ഇറങ്ങി വരുമ്പോൾ ഇതാ ഇങ്ങനെയാണ് ടിപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. കാരണം അല്ലാതെ ഇത് വെളിയിൽ ഇറക്കാൻ പറ്റില്ല. പിന്നെ ഈ അടിഭാഗം ഇങ്ങനെ കിടക്കുന്നതൊക്കെ പിന്നെ പോട്ടേന്ന് വിചാരിക്കാം. ഇങ്ങനെ ലെയർ ഉള്ളതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ലാതെ അവിടെ കിടന്നോളൂ എന്ന് വിചാരിക്കാം. ഇപ്പം ഇതെൻ്റെ അവസ്ഥയാണ്. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു സംഭവം ഇട്ടിട്ട് പുറത്തോട്ടേക്ക് ഇറങ്ങേണ്ട ഗതികേടാ. കൈ ഇതെവിടെ ഇങ്ങനെ കയറ്റി വെക്കും, ഇതുണ്ടോ, ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വെക്കും. എന്നിട്ട് ഇങ്ങനെ ഇടുക ചെയ്യുന്നത്. എൻ്റെ ചേച്ചി ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, നന്ദി ചേച്ചി. ഇത് എന്തെങ്കിലും ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്.